ഞാനിവിടെ പറയുന്ന 3G നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഫൈനാൻഷ്യൽ ഫ്രീഡം സംഭവിക്കുന്നത് കാണാം. നമ്മൾ സാധാരണക്കാരായ സ്ത്രീകൾ എപ്പോഴും പറയുന്ന 2 കാര്യമാണല്ലോ, എനിക്കൊന്നിനും സമയമില്ല, 2 തലയും കൂട്ടിമുട്ടിക്കാൻ കഴിയുന്നില്ല എന്ന്. എന്നാൽ ഈ 3G നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങളുടെ ലൈഫിലും സംഭവിക്കുന്നത് കാണാം. ഹായ്, നമുക്ക് നോക്കാം എന്താണ് 3G എന്ന്. ഒന്നാമത്തെ G ഗെറ്റ് റെഡിയാണ്. രണ്ടാമത്തെ G ഗോ. മൂന്നാമത്തെ G ഗോൾ ഡി. അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് തൻ്റെ ജീവിതത്തിൽ ശരിയായ രീതിയിലുള്ള കാഴ്ചപ്പാട് തൻ്റെ പ്രവൃത്തിയിൽ ഉണ്ടായാൽ മാത്രമേ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന സംഭവം കയ്യെത്തിപ്പെടൂ. അത് ദൈനംദിന ജീവിതത്തിലെ ടൈം ഫ്രീഡം, മെറ്റീരിയൽ ഫ്രീഡം എന്നീ 2 കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നു. ഗെറ്റ് റെഡി എന്താണെന്ന് നോക്കാം. നമ്മൾ മൈൻഡ് സെറ്റാണത്. നമ്മൾ എപ്പോഴും അലർട്ടായിരിക്കുക, മനസ്സിനെ ശാന്തമായിരിക്കുവാൻ എപ്പോഴും ശ്രമിക്കുക. നമ്മൾ അലർട്ട് എന്ന് പറയുന്നത് നമ്മളുടെ സമയം. നമുക്ക് എപ്പോഴും സമയം ഒരു അത്യാവശ്യ ഘടകമാണ്. നമ്മൾ കൃത്യസമയത്ത് എഴുന്നേൽക്കുക, അതിനുള്ള ഒരു സെറ്റ് നമ്മൾ ഉണ്ടാക്കി വെക്കേണ്ടതാണ്. നമ്മുടെ മനസ്സിനെ എപ്പോഴും നല്ല ശാന്തമായി വെക്കുന്നതിലൂടെയും നമ്മളെ പുതിയ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുവാൻ നമ്മളുടെ ബ്രെയിനിന് സാധിക്കുന്നതാണ്. നിങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും മുൻകൈ എടുത്ത് ചെയ്യുവാൻ നമ്മൾ എപ്പോഴും ശ്രമിക്കും. പക്ഷേ നമുക്ക് സമയം തികയില്ല. നമ്മളെപ്പോഴും സെറ്റ് ചെയ്യുന്ന സമയത്തിൽ നിന്നും ഒരു അരമണിക്കൂർ മുമ്പേ നമ്മളുടെ പ്രവർത്തികൾ ചെയ്തു തീർക്കുന്നതായാൽ നമുക്ക് വേറൊരു ജോലിയിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള സമയലാഭം ഉണ്ടാകുന്നതാണ്. രണ്ടാമത്തെ G എന്ന് പറയുന്നത് ഗോ ആണ്. നമ്മൾ ആൾട്ടർനേറ്റീവായിട്ടുള്ള സ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടി പരിശ്രമിക്കുക. നമ്മൾ സെൽഫ് റിയലൈസേഷൻ വരുത്തുക. നമുക്ക് ഫിനാൻഷ്യൽ ഫ്രീഡം വരണമെങ്കിൽ നമ്മൾ പ്രവൃത്തിയിലൂടെ പ്രൊഡക്റ്റീവായ ഡേ ആയിരിക്കേണ്ടത് ഒരു അത്യാവശ്യ ഘടകമാണ്. നമുക്കെല്ലാവർക്കും 24 മണിക്കൂറുകൾ തന്നെയാണ് ഉള്ളത്. നമ്മൾ ഒരുപാട് സമയം നമ്മളെ മൊബൈലിൽ റീൽസ് കണ്ട് ആസ്വദിച്ചിരിക്കുന്നു. ആ സമയം ഒരു പ്രൊഡക്റ്റീവ് ഡേ ആകാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തുക. നമ്മളുടെ മൈൻഡ് എപ്പോഴും പറയുന്നത് നീ അവിടെ തന്നെ ഇരുന്നോ എന്ന് തന്നെയാണ്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഗോ എന്ന വാക്ക് നമ്മൾ ഇടയ്ക്കിടെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുക. അതൊരു മന്ത്രമായി നമ്മൾ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമയം നമുക്ക് കയ്യെത്താവുന്ന ദൂരത്തായി മാറുന്നതാണ്. ചെറിയ കൈത്തൊഴിലുകൾ പഠിക്കുവാനും ബ്രാൻഡീസ് ചെയ്യുവാനും പുതിയ പുസ്തകങ്ങൾ വായിക്കുവാനും കുഞ്ഞുങ്ങളുടെ ഉടുപ്പുകൾ തുന്നുവാനുള്ള സമയമായി മാറ്റേണ്ടതാണ്. നമ്മൾ സ്വയം വളരുവാനുള്ള പരിശ്രമം ഉണ്ടാക്കിയെടുക്കുക. ഫിനാൻഷ്യൽ ഫ്രീഡം നമുക്ക് ലഭ്യമായതായും നമ്മളുടെ പോക്കറ്റിലേക്ക് പണം ഒഴുകി വരുന്നതായും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക. ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് ഒഴുകി വരുന്നതാണ്. ഒരു ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യവും ഈ ലോകത്തിലില്ല എന്ന് നമ്മൾ സ്വയം മനസ്സിന് ഉറപ്പ് വരുത്തുക. ദെൻ ഇമ്പോസിബിലിറ്റി ഓട്ടോമാറ്റിക്കലി കൺവേർട്ട് ടു പോസിബിലിറ്റി എന്നും ഈ ഒരു മന്ത്രം ശീലമാക്കുകയും അതിനെ ഓറിയൻറ്റേഷൻ ചെയ്യുകയും ചെയ്യുക. ഞാൻ ഈ പറയുന്ന കാര്യം എന്നും ചിന്തയെ വരുത്തുക. എൻ്റെ ചിന്തകളെ ഞാൻ മാറ്റി നിർത്തുന്നതാണ്. അസാധ്യമായവയെ സാധ്യതകളാക്കാൻ എനിക്ക് കഴിയും. അതിന് ഞാൻ യോഗ്യതയുള്ള ആളാണ്. ഐ ആം റിയലി എഫിഷ്യൻറ്റ് ഫോർ ദാറ്റ്. ഐ ആം ഹെൽത്തി. താങ്ക് യു ഫോർ വാച്ചിങ്. ഈ വീഡിയോ കണ്ടതിന് നന്ദി. സ്റ്റേ ട്യൂൺ ഡിയർ. ഇനിയും എൻ്റെ വീഡിയോ കാണാൻ നിങ്ങൾ വരണേ.